الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യമായ നമ്മുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മദീനയിൽ എത്തിയതിനു ശേഷവും മുസ്ലിങ്ങൾക്ക് സാമ്പത്തികമായും സൈനികമായും ഖുറൈശികളിൽ നിന്ന് പല ഭീഷണികളും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അവസാനം അത് പിന്നീട് ഒരു യുദ്ധത്തിലാണ് കലാശിച്ചത്. ഇസ്ലാമിക ചരിത്രത്തിലെ ബദർ എന്ന യുദ്ധം, തൗഹീദും ശിർക്കും ഏറ്റുമുട്ടിയ യുദ്ധം, ഹഖും ബാത്തിലും ഏറ്റുമുട്ടിയ യുദ്ധം, ധർമ്മവും അധർമ്മവും ഏറ്റുമുട്ടിയ യുദ്ധം. ഹിജ്റ 2-ാം വർഷം റമളാൻ 17-ന് ഒരു ചെറിയ സംഘം 313 പേർ അടങ്ങുന്ന, അവരുടെ പ്രത്യേകത മക്കയിൽ നിന്നും പീഡനം അനുഭവിച്ച് പുറപ്പെട്ട ഒരു സംഘം
വീടില്ല, സമ്പത്തില്ല, മതിയായിട്ടുള്ള ഒരു വാള് പോലും ഇല്ലാത്ത ഒരു സംഘം. എന്നാൽ അവർക്ക് മുന്നിലുള്ളത് വലിയ യുദ്ധസന്നാഹത്തിനൊരുങ്ങി വന്ന സർവായുധരായിട്ടുള്ള 1000-ഓളം പേർ വരുന്ന വലിയൊരു സൈന്യത്തെയാണ് ബദറിൽ ഈ കൊച്ചു സംഘത്തിന് ഏറ്റുമുട്ടേണ്ടി വന്നത്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അസമത്വത്തിന്റെ പോരാട്ടമായിരുന്നു ബദർ. കാരണം ഒരു വശത്ത് സർവായുധരായ 1000 പേർ, മറുവശത്ത് ഒട്ടിയ വയറും കീറിയ വസ്ത്രവും 3 കുതിരകളും അടങ്ങുന്ന ഒരു കൊച്ചു സംഘം, ഒരു കൊച്ചു സൈന്യം മാത്രം. നോക്കൂ, ഇന്ന് ഭൗതിക ലോകത്ത് കണക്കൂട്ടലുകൾ വെച്ച് നോക്കിയാൽ ആ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അത് അവസാനിക്കേണ്ടതായിരുന്നു. നമ്മളൊക്കെ ഇന്ന് അങ്ങനെയാണല്ലോ യുദ്ധത്തെ വീക്ഷിക്കാറുള്ളത്. ആരുടെ അടുത്താണ് ആയുധങ്ങൾ ഉണ്ടാവുക? നമ്മുടെ പ്രവചനം അവിടെ വന്നു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ പക്ഷേ ജയിച്ചത് ആയുധങ്ങളല്ല, ആളുകളുടെ ബലമല്ല, മറിച്ച് അള്ളാഹു കൂടെയുണ്ട് എന്ന ഉറച്ച വിശ്വാസമായിരുന്നു, ഈമാനായിരുന്നു. ശുദ്ധമായ തൗഹീദാണ് ആ യുദ്ധത്തിൽ ബദറിൽ എന്തേത് വിജയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങൾ ദുർബലരായിരിക്കുമ്പോൾ തന്നെ അള്ളാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചിട്ടുണ്ട്. എത്രങ്ങാനും ദുർബലമായിരുന്നു നിങ്ങൾ. പ്രവാചകന്റെ സൈന്യം വളരെ ദുർബലമായിരുന്നു. ചെറിയ കൊച്ചു സൈന്യം, ഒന്നുമില്ലാത്ത സൈന്യം, പാവങ്ങളുടെ സൈന്യം, പട്ടിണി സഹിച്ചിട്ടുള്ള സൈന്യം. അങ്ങനെ വിശപ്പും ദാഹവും സഹിച്ച് ചെറിയ കൊച്ചു സൈന്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഞാൻ ബദറിൽ നിങ്ങളെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. നോക്കൂ, ഇന്നത്തെ ലോകം നമ്മോടൊക്കെ പറയുന്നത് ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കുന്ന, ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കുന്ന, നിങ്ങളുടെ അടുത്ത് പവറുണ്ടോന്നാണ്. എന്നാൽ ബദർ നമ്മോട് പറയുന്നത് വിശ്വാസമുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളെ വിജയിപ്പിക്കുന്ന. അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂൻ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾ വിജയിക്കും, അറബികളും അനറബികളും നിങ്ങൾക്ക് കീഴടങ്ങുമെന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു, വിശ്വാസം പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ബദറിന് ഒരു മുസ്ലിമിന് ചില പാഠങ്ങളുണ്ട്. ബദറിൽ നിന്ന് ചില സന്ദേശങ്ങൾ ഒരു മുസ്ലിമിന് ഉൾക്കൊള്ളാനുണ്ട്. അതിൽ ഒന്നാമത്തെ പാഠമായി ഒരു മുസ്ലിം അനുഭവിക്കേണ്ടത് അചഞ്ചലമായ വിശ്വാസമാണ്. അചഞ്ചലമായ വിശ്വാസവും നേതൃത്വത്തോടുള്ള കൂറും ജനാധിപത്യപരമായ സമീപനവുമാണ് ബദർ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം. നോക്കൂ, ശത്രു സൈന്യത്തിന്റെ വരവ് അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബക്കളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അശീറു അലയ്യ അയ്യുഹന്നാസ്, അശീറു അലയ്യ അയ്യുഹന്നാസ്, ജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് പറയുവിൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ? ഇതാ നമ്മളൊരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു വലിയൊരു സൈന്യം നമ്മുടെ അടുക്കിലേക്ക് വരികയാണ്. നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാലും ആ സമയത്ത് മുഹാജിറുകളുടെ നിലപാടായിട്ട്, മക്കയിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള മുഹാജിറുകളുടെ നിലപാട്, മിഖ്ദാദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹു അങ്ങേക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ അങ്ങ് മുന്നോട്ട് പോവുക. അങ്ങയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. ഒരിക്കലും അങ്ങയോട് ബനു ഇസ്രായേലിയർ മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞതുപോലെ അങ്ങയോട് ഞങ്ങൾ പറയുകയില്ല. എന്താ ബനു ഇസ്രായേലിയർ മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞത്? എന്താ പറഞ്ഞത്? അവർ പറഞ്ഞു, ഇദ്ഹബ് അൻത വറബ്ബുക ഖാതിലാ നഹ്നു ഖായിദുൻ. മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യും, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം. എന്താണ് ബനു ഇസ്രായേൽ മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞത്? നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക മൂസ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം. പ്രവാചകരെ, അതുപോലെയുള്ളൊരു വാക്ക് ഞങ്ങൾ താങ്കളോട് പറയുകയില്ല. മറിച്ച് ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്ന മഅകുമാ മുഖാതിലൂൻ. പ്രവാചകരെ, താങ്കളും താങ്കളുടെ റബ്ബും യുദ്ധം ചെയ്യുക, നിങ്ങളുടെ 2 പേരുടെയും കൂടെ ഞങ്ങൾ ഉണ്ടാവും. പ്രവാചകരെ, യുദ്ധത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഉണ്ടാവും. പ്രവാചകരെ, അങ്ങയെ സത്യവുമായി നിയോഗിച്ച അള്ളാഹുവാണ് സത്യം. അങ്ങ് ഞങ്ങളെയും കൊണ്ട് ബർക്കുൽ ഹിമാദിലേക്ക്, യമനിലെ ദൂരമായ ഒരു സ്ഥലമാണ്,
ആ ബർക്കുൽ ഹിമാദിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് എങ്കിൽ പോലും അങ്ങയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും പ്രവാചകരെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ മുഹാജിറുടെ നിലപാടായിട്ട് മിഖ്ദാദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം പ്രസന്നമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷമായി. എങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ചോദിക്കുകയാണ്, എന്ത്? അശിറു അലയ്യ അയ്യുഹന്നാസ്, ജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്നോട് പറയുവിൻ. ഈ ഒരു വാക്ക് കേട്ട സമയത്ത് മഹാനായിട്ടുള്ള സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അൻസാരികളുടെ നേതാവാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. ആധുനിക ലോകത്തിന് ഇന്നും മാതൃകയാക്കാവുന്ന ചില പദപ്രയോഗങ്ങളാണ്, ചില വാക്കുകളാണ് ആ പദങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകരെ, അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് ഇപ്പോ പറഞ്ഞത് ഞങ്ങളെ ഉദ്ദേശിച്ചാണോ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്കിൽ ഞങ്ങൾ പറയുകയാണ്, ഫഖദ് ആമന്നാ ബിക വസദ്ദഖ്നാ, പ്രവാചകരെ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിച്ചിട്ടുണ്ട്, അങ്ങയെ ഞങ്ങൾ സത്യപ്പെടുത്തിയിട്ടുണ്ട്. വശഹിദ്നാ അന്ന മാ ജിഅത ബിഹി വൽ ഹഖ്, പ്രവാചകരെ, അങ്ങ് കൊണ്ടുവന്നിട്ടുള്ള സത്യത്തിൽ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, സത്യമാണെന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകരെ, ഫംലി യാ റസൂലുള്ളാഹി ലിമാ അറത്ത, പ്രവാചകരെ, അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താണോ, അങ്ങ് ഉദ്ദേശിച്ചത് എന്താണോ അങ്ങ് മുന്നോട്ട് പോയിക്കൊള്ളുക. ഫനഅനു മഅക, ഞങ്ങൾ താങ്കളുടെ കൂടെ ഉണ്ടാവൂട്ടോ. ഫവല്ലദീ ബഅസക ബിൽ ഹഖ് ലൗ ഇസ്തഅറൽത ബിനാ ഹാദൽ ബഹർ ഫഖുൽതു ലഖുൽനാ മഅക, പ്രവാചകരെ, അങ്ങ് ഞങ്ങളെയും കൊണ്ട് ഈ കടലിന്റെ ആയങ്ങളിലേക്കാണ് അങ്ങ് ഇറങ്ങി പോകുന്നത് എങ്കിൽ പോലും ആ കടലിന്റെ ആയങ്ങളിലേക്ക് അങ്ങയുടെ കൂടെ ഞങ്ങളും ഇറങ്ങി പുറപ്പെടുന്നതാണ്. മാ തഖല്ലഫ മിന്നാ റജുലൻ വാഹിദൻ, അൻസാരികളിൽപ്പെട്ട ഒരാൾ പോലും, അതിൽ നിന്ന് ഒരാളും പിറകോട്ട് നിൽക്കുകയില്ല പ്രവാചകരെ. വമാ നക്റഉ അൻ തൽഖ ബിനാ അദുവനാ അദൻ, നാളെ ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് കാണുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ മുഖത്തൊരു വെറുപ്പിന്റെ അടയാളം പോലും പ്രവാചകരെ അങ്ങക്ക് കാണാൻ കഴിയുകയില്ല. ഇന്നാ ലസബ്ർനാ ഫിൽ ഹർബ്, തീർച്ചയായിട്ടും ഈ യുദ്ധത്തിൽ ഞങ്ങൾ ക്ഷമയുള്ളവരായിട്ട് അങ്ങേക്ക് കാണാം പ്രവാചകരെ. ലഅല്ലല്ലാഹു യുരീക മിന്നാ മാ തഖറു ബിഹി ഐനുക, പ്രവാചകരെ, അങ്ങേക്ക് അങ്ങയുടെ കണ്ണിന് കുളിർമയേകുന്ന പ്രവർത്തനങ്ങളിൽ ഞങ്ങളിൽ നിന്നും അള്ളാഹു അങ്ങേക്ക് കാട്ടിത്തന്നേക്കാം. ഫസ്ർ ബിനാ അലാ ബർക്കത്തില്ലാ, അതുകൊണ്ട് ഞങ്ങളെയും കൊണ്ട് അള്ളാഹുവിന്റെ ബർക്കത്തിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ മേലെ ഞങ്ങളെയും കൊണ്ട് യാത്രയായാലും പ്രവാചകരെ എന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിൽ വെച്ച് പറഞ്ഞ സമയത്ത് പ്രവാചകന്റെ മുഖം അതീവ സന്തുഷ്ടമായി. പൗർണമി രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ പ്രവാചകന്റെ മുഖം തിളങ്ങാൻ തുടങ്ങി. എന്നിട്ട് നേരം മൗനത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറയുകയാണ്, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, അബ്ശിറു, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, അല്ലാഹുവാണ് സത്യം, ശത്രുക്കളുടെ പതനം ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് വഹീന്റെ അടിസ്ഥാനത്തിൽ. പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ബദറിലെ വിജയം വെറുമൊരു സൈനിക വിജയമായിരുന്നില്ല, മറിച്ച് അത് നേതൃത്വത്തോടുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ഹൃദയങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന്റെയും കൃത്യമായ കൂടിയാലോചനയുടെയും ഫലമായിരുന്നു ബദറിലെ വിജയം. നേതാവിനെ അംഗീകരിക്കുവാനും അനുയായികളെ മനസ്സിലാക്കാനും അനുയായികളുടെ വികാരം മാനിക്കുവാനും പ്രവാചകൻ കാണിച്ച ആ വലിയൊരു മാതൃകയുണ്ടല്ലോ, അതുകൊണ്ടാണ്, ആ മാതൃകയുള്ളത് കൊണ്ടാണ് ആ ഒരു ചെറിയ സംഘത്തിന് വലിയൊരു സംഘത്തെ തോൽപ്പിക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തത്. എന്നാൽ ഇന്നത്തെ മുസ്ലിങ്ങളുടെ അപജയത്തിന്റെ പ്രധാന കാരണം ഈ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടതാ. ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ അപജയത്തിന്റെ പ്രധാന കാരണം ഈ ഗുണങ്ങളുടെ അഭാവമാണ്. ഹൃദയങ്ങൾക്കിടയിൽ എന്തില്ല? ഐക്യം ഇല്ല. ഐക്യം നഷ്ടപ്പെട്ട ഹൃദയങ്ങളായി ഈ മുസ്ലിം ഉമ്മത്ത്, സ്വാർത്ഥതയും പൊരുത്തക്കേടും വർദ്ധിക്കുന്ന ആളുകളായി ഈ മുസ്ലിം ഉമ്മത്ത്. ബദറിലെ ശുഹദാക്കൾ കാണിച്ചിട്ടുള്ള, ബദറിലെ ബദരീങ്ങൾ കാണിച്ചിട്ടുള്ള ആ ആത്മബന്ധവും അച്ചടക്കവും ആ ഐക്യവും പൊരുത്തവും വിശ്വാസവും നിശ്ചയദാർഢ്യവും അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസവും എപ്പോ ഈ മുസ്ലിം ഉമ്മത്തിന് തിരിച്ചെത്തുന്നോ അപ്പോൾ ഈ മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ട ഇസ്സത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും തരും. ആ ഇസ്സത്ത് വീണ്ടും കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം വേണം. നമ്മുടെ ഈമാൻ ക്ലിയർ ആകണം. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുവാനും അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുവാനും അള്ളാഹുവിൽ മാത്രം അഭയം തേടുവാനും ഒരു മുസ്ലിമിന്, ഈ മുസ്ലിം ഉമ്മത്തിന് സാധിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹു ഈ മുസ്ലിം ഉമ്മത്തിന് അതിന്റെ പ്രതാപം തിരിച്ചു തരുക തന്നെ ചെയ്യും. എന്നാൽ സങ്കടം എന്ന് പറയട്ടെ,
ആ തിരിച്ചു കിട്ടാനുള്ള ഈ ഉമ്മത്തിനുള്ള ഈ ഗുണങ്ങൾ എവിടെ ഉമ്മത്തിനുള്ളത്? എവിടെയുള്ളത്? അതിന് നേരം ഈ ഉമ്മത്തിനുണ്ടോ? നോക്കൂ, ബദരീങ്ങളുടെ ഈ റമദാൻ 17 വരെയാണ്. റമദാൻ 17 വരെയാണ്. ആ സമയത്ത് നമുക്കറിയാം, നമ്മുടെ ഇടയിൽ ചില ആളുകൾ ആ ബദരീങ്ങളുടെ ഇടയിൽ ആണ്ടുകൾ നടത്തിയിട്ട് ആഹാരങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്ത് ആ ബദരീങ്ങളോട് തന്നെ സഹായം ചോദിക്കുന്ന ഒരവസ്ഥ. എന്തിനാണോ ബദറിൽ ബദരീങ്ങൾ പടവെട്ടിയത്? എന്തിനാണോ ബദരീങ്ങൾ ഷഹീദായത്? ഏതൊരു ആദർശത്തിന് വേണ്ടിയിട്ടാണോ ആ ആദർശത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിലുള്ള വിശ്വാസ ആദർശങ്ങളുമായിട്ട് ഇന്ന് മുസ്ലിം ഉമ്മത്ത് പോകുന്നുണ്ടെങ്കിൽ എവിടെയാണ് മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത്? എങ്ങനെ തിരിച്ചു കിട്ടും? എങ്ങനെ തിരിച്ചു കിട്ടും? ഈ ബദരീങ്ങൾ ആരോടാണ് അവലംബിച്ചത്? ആരെയാണ് വിശ്വസിച്ചത്? ആരോടാണ് ചോദിച്ചത്? ആരോടാണ് പ്രാർത്ഥിച്ചത്? ബദറിലെ രണ്ടാമത്തെ സന്ദേശമായിട്ട്, രണ്ടാമത്തെ പാഠമായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്താണെന്നറിയോ? അള്ളാഹുവിനോടുള്ള ഇസ്തിആസയാണ്. അള്ളാഹുവിനോട് മാത്രം തേടുക എന്നുള്ളതാണ്. സഹായം ചോദിക്കേണ്ടത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് സഹായം പ്രതീക്ഷിക്കേണ്ടത്. നോക്കും, ബദറിന്റെ രാത്രി ആ മരുഭൂമിയിൽ കാറ്റിങ്ങനെ അടിച്ചു വീശുന്നുണ്ട്. 313 ഹൃദയങ്ങൾ ഉറങ്ങാൻ കിടക്കുകയാണ്. പക്ഷെ നാളെ എന്ത് സംഭവിക്കും എന്ന വിചാരത്തോടുകൂടി ആ 313 ഹൃദയങ്ങൾ ആ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു ടെന്റിൽ മാത്രം അല്പം വെളിച്ചമുണ്ട്. ആ ടെന്റിൽ ആരാണ്? മഹാനായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി, അള്ളാഹുവേ, നീ എനിക്ക് തന്നിട്ടുള്ള ഒരു കരാറുണ്ട്, ആ കരാർ നീ പൂർത്തീകരിച്ചു തരണേ റബ്ബേ എന്നിങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർച്ചയായി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ അശാബ, അല്ലാഹുവേ, ഈ ഒരു കൊച്ചു സംഗമങ്ങാനം ഇവിടെ പരാജയപ്പെടുകയാണെങ്കിൽ, ഇവിടെ നശിച്ചു പോവുകയാണെങ്കിൽ, ഈ ബദറിന്റെ ഭൂമിയിൽ നശിക്കുകയാണെങ്കിൽ, ലാ തഅബുദു ഫിൽ അർള്, ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ, നിന്നോട് മാത്രം സഹായം തേടാൻ, നിന്നെ മാത്രം ആരാധനകൾ അർപ്പിക്കാൻ ഈ ഭൂമിയിൽ വേറെ ആരും ഉണ്ടാവില്ല അല്ലാഹുവേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇങ്ങനെ നീണ്ടു പോവുകയാണ്. പ്രവാചകന്റെ താടിയിലൂടെ കണ്ണുനീരുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിറകിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ രംഗങ്ങനെ വീക്ഷിക്കാണ്. പ്രവാചകൻ നിരന്തരം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രവാചകനെ കാണുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ പ്രാർത്ഥന നിൽക്കുന്നില്ല. അവസാനം പ്രവാചകന്റെ തോളിലുള്ള ചുമലിലുള്ള മുണ്ട് നിലത്തേക്ക് വീഴുന്നു. അപ്പോഴും പ്രവാചകന്റെ ഇരു കൈകളും താഴാതെ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി, അല്ലാഹുവേ, നീ എനിക്ക് തന്നിട്ടുള്ള കരാർ നീ പൂർത്തീകരിച്ചു തരണമേ എന്ന് പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ പിറകിലൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നും നിലത്ത് ചാടിപ്പോയിട്ടുള്ള ആ മുണ്ടെടുത്ത് പ്രവാചകനെ പുതപ്പിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചകരെ കഫാക യാ റസൂലല്ലാഹ്, മതി പ്രവാചകരെ, മതി പ്രവാചകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തരിക തന്നെ ചെയ്യും. ഫഇന്നഹു സയുൻജിസു ലക മാ വഅദക, എന്താണോ അല്ലാഹു താങ്കളോട് കരാർ ചെയ്തത് തീർച്ചയായിട്ടും പ്രവാചകരെ അല്ലാഹു അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. നോക്കൂ, ആ രാത്രി വഹി ഇറങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൻഫാലിന്റെ 9-ാമത്തെ വചനം ഇറക്കി. ഇസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, പ്രവാചകരെ, താങ്കൾ അല്ലാഹുവിനോട് സഹായം ചോദിച്ചൊരു സന്ദർഭമുണ്ടല്ലോ. ഫസ്തജാബ ലക്കും, അല്ലാഹു താങ്കൾക്ക് ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു. അല്ലാഹു താങ്കൾക്ക് അതിന്റെ ഉത്തരം നൽകിയിരിക്കുന്നു. അന്നീ മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ, 1000 മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് ബദറിലേക്ക് ഇറക്കുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ സഹായിക്കുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുകയാണ്. നോക്കൂ, ദുആ ഉയർന്ന രാത്രി തന്നെയാണ് അല്ലാഹുവിൽ നിന്ന് ഈ ആയത്തിറങ്ങുന്നത്, മറുപടി ഇറങ്ങുന്നത്, സഹായം ഇറങ്ങുന്നത്. ആലോചിച്ച് നോക്കാം, ബദറിലെ വിജയം വാളുകൊണ്ട് നേടിയതല്ല.
ബദറിലെ വിജയം വാളുകൊണ്ട് നേടിയതല്ല, അത് ദുആ കൊണ്ട് നേടിയതാണ്. വാളുകൾ വെറും കാരണം മാത്രം. വിജയം സജ്ദയിലും സുജൂദിലും ദുആയിലും എഴുതപ്പെട്ടതാണ്. ആ വിജയം സുജൂദിലും ദുആയിലും എഴുതപ്പെട്ടതാണ്. അങ്ങനെ ആയിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലേരാത്രിയിലുള്ള പ്രാർത്ഥന. അങ്ങനെയായിരുന്നു ആ സ്വഹാബത്തിന്റെ തലേരാത്രിയിലുള്ള പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിലും സഹോദരന്മാരെ ചില ബദറുകൾ നടക്കേണ്ടതുണ്ട്. എന്ത് ബദറാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? ബദറുകൾ നടക്കുന്നുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ആരോഗ്യം നഷ്ടപ്പെടുന്നുണ്ട്, ആഫിയത്ത് നഷ്ടപ്പെടുന്നുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ബദർ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രയാസം മാന്ദ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നമ്മിൽ ഉണ്ടാവേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള സുജൂദും ദുആഉമാണ്. ഈ സുജൂദ് കൊണ്ടും ദുആ കൊണ്ട് മാത്രമാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ നീക്കാൻ കഴിയുകയുള്ളൂ. അത് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം, അള്ളാഹുവിനോട് മാത്രം നമുക്ക് തേടാൻ കഴിയുമെങ്കിൽ, അള്ളാഹുവിലേക്ക് മാത്രം നമുക്ക് അവലംബിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ സഹായം വന്നെത്തുക തന്നെ ചെയ്യും. അത് അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. അത് അള്ളാഹുവിന്റെ വാക്കാണ്. മൂന്നാമത്തെ ബദറിൽ നൽകുന്ന സന്ദേശം നോക്കും. ബദർ എന്നത് ഒരു യുദ്ധം മാത്രമല്ല, അതൊരു യുദ്ധം മാത്രമല്ല, ഇത് യുവാക്കളുടെ വിശ്വാസത്തിന്റെ ഒരു അടയാളമായിരുന്നു ബദർ. യുവാക്കളുടെ ഈമാനിന്റെ അടയാളമാണ് ബദർ. ഇന്ന് യുവാക്കൾക്ക് ഭാവി എന്ന് കേട്ടാൽ ജോലി എന്ന ഓർമ്മ വരിക, അല്ലെ? നമുക്കൊക്കെ ഇന്ന് ഭാവി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാ ഓർമ്മ വരിക? ജോലി എന്ന ഓർമ്മ വരിക. എന്നാൽ ബദറിലെ യുവാക്കൾക്ക് ഭാവി എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ജന്നത്തെ ഓർമ്മ വന്നത്. കാരണം ഭാവി അവിടെയാണ് എന്ന് വിശ്വസിച്ചിട്ടുള്ള ആളുകളായിരുന്നു അവർ. ഭാവി അവിടെയാണെന്ന് വിശ്വസിച്ചിട്ടുള്ള ആളുകളായിരുന്നു അവർ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം ഉമൈർ എന്ന സ്വഹാബിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? ഉമൈർ എന്ന സ്വഹാബിയെ കുറിച്ചിട്ട്? ആരാണ് ഉമൈർ? യുവാവായിരുന്നു ഉമൈർ, ചുറുചുറുക്കുള്ള യുവാവായിരുന്നു ഉമൈർ. ഉമൈറിന്റെ മുമ്പിലും ഒരുപാട് ജീവിതമുണ്ട്, ഒരുപാട് കാലഘട്ടങ്ങളുണ്ട്. എന്നാൽ ബദറിലേക്കുള്ള സൈന്യത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുക്കി നിർത്തുന്ന സമയത്ത് പ്രവാചകൻ സഹാബാക്കളോട് പറഞ്ഞു, ഖൂമു ഇലൽ ജന്നത്തി അർളുഹ അസ്സമാവാതു വൽ അർള്. സഹാബത്തെ, ആകാശഭൂമിയോളം വിശാലമുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ എഴുന്നേൽക്കുവിൻ എന്ന് പറഞ്ഞ സമയത്ത് പ്രവാചകന്റെ തിരുനാവിൽ നിന്ന് ആകാശഭൂമിയോളം വിശാലമുള്ള സ്വർഗത്തെക്കുറിച്ച് കേട്ട സമയത്ത് മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദ്യം ചോദിക്കുകയാണ്, പ്രവാചകരെ, യാ റസൂലല്ലാഹ്, പ്രവാചകരെ, സ്വർഗത്തിന് ആകാശഭൂമിയോളം വിശാലതയുണ്ടോ? സ്വർഗത്തിന് ആകാശഭൂമിയോളം വിശാലതയുണ്ടോ? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമൈറെ, അതെ ഉണ്ട്, സ്വർഗം ആകാശഭൂമിയോളം വിശാലമാണ്. ഈ സമയത്ത് ഉമൈർ ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം വായിലിട്ട് കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉമൈർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഈ വാക്ക് കേൾക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം തന്റെ വായിൽ നിന്ന് ആ ഈത്തപ്പഴത്തിന്റെ ചീന്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ലൈൻ അൻ അഹ്യൈതു ഹത്താ ആകുല തംറാത്തി ഹാദിഹി ഇന്നഹാ ലഹയാത്തിൻ തവീല. ഈ തംറാത്തുകൾ, ഈ കാരക്ക ചീന്തുകൾ ഞാൻ തിന്നുന്ന കാലമത്രയും അങ്ങനെയെങ്കിൽ ഈ ഈത്തപ്പഴത്തിന്റെ ചീന്ത് ഞാൻ തിന്നുന്ന കാലമത്രയും എന്റെ ജീവിതം അത് നീണ്ടതായി പോകും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓടുകയാണ്. യുദ്ധക്കളത്തിലേക്ക് അദ്ദേഹം ഓടി. വാളിന്റെ ശബ്ദം കേൾക്കുകയാണ്. മണൽത്തരികൾ പാറിപ്പറന്നു. ഉമൈർ ഓടിയത് മരണത്തിലേക്കല്ല, മറിച്ച് ജന്നത്തിലേക്കാണ്. ഷഹീദായി. മരണത്തിലേക്കല്ല ഉമൈർ ഓടിയത്, ജന്നത്തിലേക്കാണ് ഉമൈർ ഓടിയത്. സഹോദരങ്ങളെ, ഇന്ന് നമ്മളുടെ കയ്യിലുള്ള ഈത്തപ്പഴം എന്താണെന്നറിയോ? നമ്മുടെ അലസതകളാണ്, നമ്മുടെ സൗകര്യങ്ങളാണ്, നമ്മുടെ ആർഭാടങ്ങളാണ്, നമ്മുടെ പാപങ്ങളാണ്. വലിച്ചെറിയാൻ കഴിയും. സ്വർഗത്തിന് വേണ്ടിയിട്ട് അലസതയെ വലിച്ചെറിയാൻ കഴിയും, പാപങ്ങളെ വലിച്ചെറിയാൻ കഴിയും, സുഖസൗകര്യങ്ങളെ, ആഡംബരങ്ങളെ മാറ്റിവെക്കാൻ നമുക്ക് കഴിയും. സ്വർഗത്തിന് വേണ്ടിയിട്ട്, ജന്നത്തിന് വേണ്ടിയിട്ട് ഉമൈർ വലിച്ചെറിഞ്ഞതുപോലെ ആലോചിച്ചു നോക്കും. ബദർ കഴിഞ്ഞ് സൈന്യം മടങ്ങാണ്. ആ സമയത്ത് ഒരു പ്രായം ചെന്ന ഒരു പെണ്ണ്, ഒരു ഉമ്മ അങ്ങനെ തിരക്കാണ്. മദീനയിലേക്ക് സൈന്യം വന്നുകൊണ്ടിരിക്കുക, മുസ്ലിം സൈന്യം. ആ സമയത്ത് ഒരു ഉമ്മ ഓടി വന്നിട്ട് സഹാബാക്കളോട് ചോദിക്കുക എന്നൊരു ചോദ്യമുണ്ട്.
ആരാണ് ആ ഉമ്മ? റുബയ്യ ബിൻത് അൻ-നളർ, ഉമ്മു ഹാരിസ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയാണ്. ഈ സഹാബത്തിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നത് ചോദ്യം എന്താണ്? ഐന ഇബ്നി ഹാരിസ, എന്റെ മകൻ ഹാരിസ എവിടെയാണ്? എന്റെ മകൻ ഹാരിസ എവിടെയാണ്? അമാത്ത ഷഹീദൻ, എന്റെ മകൻ ഹാരിസ ഷഹീദ് എന്ന മരണം വരിച്ചുവോ? ഷഹീദായിട്ട് മരണം വരിച്ചുവോ? ആ സമയത്ത് സഹാബാക്കള് ഈ ഉമ്മയോട് പറയുന്നൊരു വാക്കുണ്ട്, ഇന്നഹു ലം യമുത് ഷഹീദൻ, അദ്ദേഹം ഷഹീദായിട്ടല്ല മരണപ്പെട്ടത്, വലാകിന്നഹു ഖുതില ഖതൻ, ഒരു തെറ്റായിക്കൊണ്ട് അദ്ദേഹം വധിക്കപ്പെടുകയാണ് ചെയ്തത് എന്ന് ഈ ഉമ്മയോട് പറഞ്ഞ സമയത്ത് എന്താണ് ആ സംഭവം? ബദറിന്റെ രാത്രിയിൽ ഹാരിസ റളിയല്ലാഹു അൻഹു വല്ലാത്ത ദാഹം തോന്നി. ഇരുട്ടിൽ അദ്ദേഹം തപ്പി ജലം അന്വേഷിച്ചുകൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് രാത്രിയിലെ ആ ഇരുട്ടിൽ തപ്പിപ്പോകുന്ന സമയത്ത് ഈ മുസ്ലിം സൈന്യത്തിന്റെ തന്നെ സെക്യൂരിറ്റിമാന്റെ കണ്ണിൽപ്പെടുകയും അദ്ദേഹം ശത്രുവാണെന്ന് വിചാരിച്ച് അമ്പെയ്യുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. പ്രവാചകന്റെ അടുക്കലേക്ക് ഈ വാർത്ത കേട്ട പ്രവാചകന്റെ അടുക്കലേക്ക് ഉമ്മു ഹാരിസ ഓടുകയാണ്, റുബയ്യ ഓടുകയാണ്. എന്തിനാണ്? സങ്കടം തോന്നി. ഷഹീദാണെങ്കിൽ ഈ ഉമ്മക്ക് സങ്കടമില്ല. പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദ് അറഫ്ത മൻസില ഹാരിസ മിന്നി, പ്രവാചകരെ, ഹാരിസക്ക് എന്നിലുള്ള സ്ഥാനം താങ്കൾക്കറിയാലോ. വാ ഹാരിസ ഷഹീദാണ്, സ്വർഗത്തിലാണ് എങ്കിൽ പ്രവാചകരെ എനിക്ക് സങ്കടമില്ല. മറിച്ചൊന്നാണെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും പ്രവാചകരെ എന്ന് എങ്ങനെ എനിക്ക് സഹിക്കാൻ കഴിയും പ്രവാചകരെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഉമ്മു ഹാരിസ ചോദിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മു ഹാരിസനോട് പറയാണ്, മാ കുൽത്തി വൈഹക്കിയ ഉമ്മു ഹാരിസ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അവ ജന്നത്തിൻ വാഹിദ, താങ്കളുടെ മകൻ ഹാരിസ ഒരു സ്വർഗത്തിലാണ് എന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? അതല്ല, വഇന്ന വലദക ഖദ് അസ്വാബക ഫിർദൗസുൽ അഅലാം, നിങ്ങളുടെ മകൻ ഹാരിസക്ക് കിട്ടിയിട്ടുള്ള സ്വർഗ്ഗം ഏതാണെന്നറിയാമോ? ഫിർദൗസുൽ അഅലാം, ഉന്നതമായ ഫിർദൗസ് ആണ് നിങ്ങളുടെ മകന് കിട്ടിയത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മയോട് മറുപടി കൊടുക്കുകയാണ്. ആരാണ് ഈ ഹാരിസ? ചെറുക്കുള്ള ഒരു യുവാവായിരുന്നു. അദ്ദേഹത്തിന്റെ മുമ്പിലും ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു, ഒരുപാട് അവധിയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ജന്നത്തിലേക്ക് ഓടുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഈ ബദർ എന്നുള്ളത് കേവലം ഒരു കഥ മാത്രമല്ലട്ടോ, അതൊരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിലൂടെ നമ്മൾ ഇങ്ങനെ നോക്കണം, എന്നിട്ട് നമ്മൾ ചോദിക്കണം, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ബദർ ഉണ്ടോ എന്നുള്ളത്, നമ്മുടെ ദുആ ഉണ്ടോ എന്നുള്ളത്. ബദർ എന്നത് ദുആ ആണ്. അള്ളാഹുവിലുള്ള നിശ്ചയദാർഢ്യമാണ്, ഉറച്ച വിശ്വാസമാണ്, തവക്കുലാണ്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കലാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിനെ ഭരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ബദറാണ്. അള്ളാഹുവിനോട് മാത്രം നമ്മൾ സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ബദറാണ്. നമുക്ക് ഉറച്ച ഈമാനുണ്ടോ, അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമുണ്ടോ, എങ്കിൽ നമുക്ക് നമ്മുടെ ബദറാണ്. പൊരുത്തത്തോടും ഐക്യത്തോടും കൂടി നമുക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ, എങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ബദറാണ്. ഈ റമളാനിൽ നമ്മുടെ ബദർ നമ്മുടെ പാപങ്ങളോടുള്ള യുദ്ധമായിരിക്കണം. ഈ റമളാൻ നമ്മുടെ ബദർ ഈ പാപങ്ങളോടുള്ള യുദ്ധമായിരിക്കണം, അഹങ്കാരത്തോടുള്ള യുദ്ധമായിരിക്കണം, ശൈത്താനോടുള്ള യുദ്ധമായിരിക്കണം, നമുക്കുള്ളിലെ ദുർബലതയോടുള്ള യുദ്ധമായിരിക്കണം. നമ്മൾ നമ്മോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ദുആ ശരിയാണോ? അള്ളാഹുവിനോട് ദിനരാത്രങ്ങളിൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ നമസ്കരിക്കുന്ന ഓരോ നമസ്കാരം അത് ജീവനുള്ളതാണോ എന്ന് നമ്മൾ സ്വയം നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഹൃദയം നമുക്ക് വിനീതമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസ്സിലുള്ള ദേഷ്യങ്ങളും പകയും മറ്റുള്ളവരോടുള്ള അനൈക്യവും നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ റമളാനിലെ ബദർ അതാണ് നമ്മുടെ ബദർ. അതിലൂടെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി കൊടുക്കുവാനും അതേപോലെ തന്നെ ഈ ആരാധനാ കർമ്മങ്ങളിൽ മുന്നേറാനും നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കട്ടെ.